സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആ ടൈമില്, അതായത് ഈ മാജിക് ടെക് ഒക്കെ പോയ ടൈമിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ നിർത്താന്ന് തോന്നുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന മൾട്ടി മച്ചാനോ അല്ലെങ്കിൽ 1K ഹിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കഴിച്ചു. അപ്പൊ അതിന് എനിക്കൊരു കാര്യം മനസ്സിലായി. കാരണം നമ്മ ശരിക്കും ആത്മാർത്ഥമായിട്ട് ഇറങ്ങി നമ്മ ഏത് വീഡിയോസാ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേഷനാ എന്തിനാ അതിൽ ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ റിസൾട്ട് വരും കഴിച്ചു. നമ്മൾ റിസൾട്ട് മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കും അത് പറ്റിയത്. കാരണം എന്താ വെച്ചാൽ ഞാൻ പെട്ടെന്ന് റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മുടെ ചാനൽ കൊണ്ട് പേസ്റ്റ് ഒക്കെ ചെയ്തത്. അന്ന് തന്നെയാണ് ആ ചാനൽ അടിച്ചും പോയത്. അത് കഴിഞ്ഞ് ഞാൻ ഒരു കംബാക്കിന് വന്നതാണ് ശരിക്കും മൾട്ടിമച്ചാൻ ഞാൻ പറഞ്ഞ മാതിരി വന്നിട്ട് കുറച്ച് ഗ്യാപ്പ് എടുത്ത് പിന്നെ നമ്മൾ ഒറ്റയടിക്ക് അങ്ങോട്ട് ചെയ്തപ്പോൾ സത്യമായി ഞാൻ 1K ഹിറ്റായി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുക, സാധനം അത് വർക്കാവും. പിന്നെ നമുക്ക് വിചാരിച്ച ഡേറ്റിൽ ചിലപ്പോൾ ആയില്ലെന്ന് വരാം, പക്ഷെ എന്തായാലും ഒരു ദിവസം വർക്കാവും ബസ്. അത് ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾ പരിശ്രമിക്കുക, ചെയ്യുക, സംഭവം സെറ്റ്. അത് പറഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് കണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി പബ്ജി കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പബ്ജിയുടെ വീഡിയോസ് കാണാൻ തുടങ്ങി യൂട്യൂബിൽ. അത്ര എനിക്ക് ഈ വീഡിയോ കാണാതെ വലിയ താല്പര്യം, ഏത് ഗെയിമിങ്ങിന്റെ വീഡിയോസ് ലൈവും ഇങ്ങനത്തെ കാണണമെന്ന് വലിയ താല്പര്യമില്ല. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ട് മലയാളി ഗെയിമിങ്ങിൽ ഞാൻ ഒരാളുടെ കാണണമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം കാസ്ട്രോ ഗെയിമിംഗ് ആണ്. സത്യം പറഞ്ഞ ലൈവ് പബ്ജിയുടെ ലൈവ് കണ്ടു തുടങ്ങി കാസ്ട്രോ ഗെയിമിംഗ് എന്നാണ്, നമ്മുടെ സ്വന്തം റമീസ് കാസ്ട്രോ. അപ്പോ അണ്ണന്റെ വീഡിയോസ് കണ്ടിട്ടാണ് പിന്നെ എനിക്ക് അടുത്ത ഇൻസ്പിറേഷൻ കയറി ഒരു ഗെയിമിംഗ് ചാനൽ ക്രിയേറ്റ് ചെയ്യണം, ഒരു ഗെയിമർ ആവണം. സത്യം പറയില്ല, ഇപ്പോഴുള്ള ആഗ്രഹം അത് തന്നെയാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നേരെ ഗെയിമർ ആവണം നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് നമ്മൾ എഫേർട്ട് എടുക്കും. അപ്പോ അന്ന് ഞാൻ പറഞ്ഞ മാതിരി സത്യം പറഞ്ഞാൽ ഗെയിമർ ആവണം എന്ന് പറഞ്ഞാൽ കുറെ ഗെയിമിംഗ് ചാനലുകൾ കുറെ, അത് സത്യം പറഞ്ഞാൽ 10-20 മേളിൽ ഗെയിമിംഗ് ചാനൽ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുറെ പേരിട്ട് വന്നിട്ടുണ്ട്. റേഞ്ചസ് ഗെയിമിങ്, പിന്നെ RX യൂട്യൂബ്, പിന്നെ എന്തിട്ടായിരുന്നു ആംസ്റ്റൻ ഗെയിമിങ്. സത്യം പറഞ്ഞാൽ തുടക്കം ആംസ്റ്റൻ ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ട് അത് കാസ്ട്രോനെ ഇൻസ്പിറേഷൻ ആയിട്ട് ഇട്ട് വന്ന ഒരു ഗെയിമാണ്. സത്യം പറഞ്ഞ ഗെയിമറായിട്ട് വരുന്നതാണ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തത് ആംസ്റ്റൻ ഗെയിമിങ്. അന്നൊക്കെ എന്താ ഹൈപ്പ് തന്നെ, എന്തൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഈ ഫോണും ഒറ്റ ഫോൺ വെച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് കഴിച്ചു. അങ്ങനെയൊക്കെ ചെയ്യണവർ സത്യം സമ്മതിക്കണം കഴിച്ചു. ഒരു ഫോൺ വെച്ചിട്ട് എഡിറ്റും സ്ട്രീമും പിന്നെ വീഡിയോസ് ചെയ്ത് ഇതൊക്കെ ചെയ്യണവരെ ഗെയിം പ്ലേസിൽ സമ്മതിക്കണം. കാരണം നമുക്ക് ഇത് സത്യം പറഞ്ഞാൽ കുറെ നാളായ കാരണം പിന്നെ സ്റ്റോറേജ് ഫുൾ ആവുന്ന ഏറ്റവും വലിയ ടാസ്ക് കഴിച്ചു. അന്നും ഏറ്റവും കൂടുതൽ എനിക്ക് പ്രശ്നം ഉണ്ടായത് സ്റ്റോറേജ് ഫുൾ ആയ കാരണം. അതാണ് ഞാൻ ഇപ്പോഴും ഗെയിമിംഗ് ചാനൽ പോലെ ക്രിയേറ്റ് ചെയ്യാണ്ട് ഇപ്പൊ ഞാൻ മാറിയിരിക്കുന്നതിന്റെ മെയിൻ കാരണം സ്റ്റോറേജ് ഫുള്ളായാണ്. ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്ന തന്നെ എന്തോ ഭാഗ്യത്തിനാന്ന് പറയാം. കാരണം സത്യം പറഞ്ഞാൽ സ്റ്റോറേജ് ഫുള്ളാ. 98% ഇതിൽ സ്റ്റോറേജ് ഫുള്ളാ, ആകെ 2%. അതിൽ ഇപ്പൊ ഈ വീഡിയോ എടുത്ത് കഴിയുമ്പോഴേക്കും ആ സ്റ്റോറേജ് ഫുള്ളായി കഴിച്ചു. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മറികടന്നിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്ത് യൂട്യൂബർ ആവാനായിട്ട് നമ്മൾ വരുന്നത്. അപ്പോ അതൊക്കെ നിങ്ങൾ മറികടന്ന് വന്നാൽ ഗൈസ് നിങ്ങൾക്കും പറ്റും. ഒരു നാൾ, ഒരു ഡേ, 1 ഡേ നമ്മൾ വെച്ചും ഗൈസ്. തന്നെയാണ് അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ വേറെ ഞാൻ പറഞ്ഞു ഗെയിമിങ്ങിൽ ഇൻസ്പിറേഷൻ ആയത് കാസ്ട്രോ ഗെയിമിംഗ് ആയിരുന്നു. അതേമാതിരി തന്നെ കാസ്ട്രോന്റെ വീഡിയോസ് കണ്ട് വന്ന് പിന്നെ കുറെ ഗെയിമേഴ്സിന്റെ സ്ട്രീമിംഗ് ചെയ്ത് ബ്ലൈൻഡ് സൈക്കോ, ടുബോർഗ്, അങ്ങനെ കുറെ സ്ട്രീമേഴ്സിന്റെ ഇതിലേക്ക് ഞാൻ വന്നു തുടങ്ങിയത് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ. പിന്നെ എനിക്കൊരു ഒരാളെ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത് വെച്ചു. കാരണം എന്താ വെച്ചാൽ ആളുടെ വീഡിയോസ് സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം ആളുടെ വീഡിയോസ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ ആളുടെ വീഡിയോസിൽ പോയ കാസ്ട്രോന്റെയായിരുന്നു ഞാൻ വന്നിരുന്ന വീഡിയോസ് കാണാൻ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത് തുടങ്ങി ആളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്. കാരണം ഭയങ്കര വൺ ഇൻസ്പിറേഷൻ. അതിന് പറഞ്ഞു വരുന്നത് ചിലപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ സ്വന്തം പരിന്തുവാസു അഥവാ അണ്ണൻ വാസണ്ണ, നിങ്ങൾ തന്നെയാണ് എന്റെ ഇൻസ്പിറേഷൻ. സത്യം പറയല ഗൈസ്, എന്താന്നറിയില്ല. ഞാൻ പറഞ്ഞ മാതിരി ആദ്യം എനിക്ക് അത്ര വലിയ ഇത് തോന്നിയിരുന്നില്ലെങ്കിലും പിന്നെ പോയി ആളുടെ വീഡിയോസ് നല്ല രീതിയിൽ എനിക്കും നല്ല രീതിയിൽ ഹുക്കായി ആളുടെ വീഡിയോസ് കാണാൻ വേണ്ടി. അങ്ങനെ പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ ചെയ്തത് വേറെ അല്ല, സ്വന്തം ഞാൻ പറഞ്ഞ നമ്മുടെ സ്വന്തം വാസണ്ണ GTA. അപ്പൊ അണ്ണന്റെ വീഡിയോസ് പിന്നെ കണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ എങ്ങനെയും അണ്ണന്റെ വഴി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറെ പബ്ജിയിൽ അങ്ങനെയും കുറെ വീഡിയോസ് ഞാൻ ചെയ്യാൻ പറ്റി. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ കുറച്ചാൾ വർക്ക് ചെയ്തിട്ട് റിസൾട്ട് വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ കേസ് അത് നമ്മ അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന മാത്രം തന്നെയാണ് നമുക്ക് റിസൾട്ട് കാര്യങ്ങൾ വരുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ കുറെ ബ്രേക്ക്, ഞാൻ പറഞ്ഞ ഫോൺ ചെയ്ത് അങ്ങനെ കുറെ നാളെ ഞാൻ ബ്രേക്ക് എടുത്തു.